മലയാള സിനിമയുടെ പൊൻവസന്തം, മലയാള സിനിമയിലെ ഹാസ്യചക്രവർത്തി ശ്രീകുമാർ എന്ന ജഗതി ശ്രീകുമാർ. പ്രമുഖ നാടകാചാര്യനായിരുന്ന പരേതനായ ജഗതി NK ആചാര്യയുടെയും പരേതയായ പൊന്നമ്മാളിൻ്റെയും മൂത്ത മകനായി 1950 ജനുവരി 5 തിരുവനന്തപുരം ജില്ലയിലെ ജഗതി എന്ന സ്ഥലത്ത് ജനിച്ചു. 2 അനുജന്മാരും 1 അനുജത്തിയും അദ്ദേഹത്തിനുണ്ട്. മലയാളത്തിൽ ഏകദേശം 1500ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ട് എന്ന് അറിയപ്പെടുന്നു. അച്ഛൻ്റെ നാടകങ്ങളിലൂടെയാണ് ജഗതി കലാലോകത്തേക്ക് കടക്കുന്നത്. തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ നാടകാഭിനയം. എന്നാൽ 3ാം വയസ്സിൽ തന്നെ അച്ഛനും മകനും എന്ന ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ അഭിനയിച്ചു. അച്ഛൻ ജഗതി NK ആചാര്യായിരുന്നു അതിൻ്റെ തിരക്കഥ. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും ബോട്ടണിയിൽ ബിരുദമെടുത്ത ശേഷം മദിരാശിയിൽ കുറച്ചുകാലം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യുകയാണ് സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ചട്ടമ്പിക്കല്യാണി എന്ന ചിത്രത്തിൽ അടൂർ ഭാസിയുടെ ചിങ്കിടിപ്പയ്യൻ്റെ വേഷത്തിലൂടെ ജഗതി ശ്രദ്ധിക്കപ്പെട്ടു. വെറുമൊരു കൊമേഡിയൻ എന്ന നിലയിൽ നിന്നും തൻ്റേതായ കഴിവുകളിലൂടെ ജഗതി മലയാള സിനിമയിലെ അതുല്യ നടനായി ഉയർന്നു. ജയ്ഹിന്ദ് TV അവാർഡ്, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എന്നിവ ഉൾപ്പെടെ അദ്ദേഹത്തിന് ധാരാളം പുരസ്കാരങ്ങളും ലഭിച്ചു. 1991 കിലുക്കം, അപൂർവം ചിലർ എന്നീ ചിത്രങ്ങളിലും 2002 മീശ മാധവൻ, നിഴൽക്കൂത്ത് എന്നീ ചിത്രങ്ങളിലും മികച്ച 2ാമത്തെ നടനുള്ള അവാർഡ് ജഗതിക്ക് ലഭ്യമായി. 2007 പരദേശി, അറബിക്കഥ, വീരാളിപ്പട്ട്, 2009 രാമാനം എന്നീ ചിത്രങ്ങളിൽ പ്രത്യേക ജൂറി അവാർഡും ജഗതിയെ തേടിയെത്തി. 2012 മാർച്ച് 10 ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്തിനടുത്തുള്ള പാണാമ്പ്ര വളവിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ജഗതി ശ്രീകുമാറിന് ഗുരുതരമായി പരിക്കുപറ്റി. തുടർന്ന് 1 വർഷത്തോളം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. 10 വർഷത്തിനിപ്പുറം പൂർണ്ണ ആരോഗ്യവാനല്ലായിരുന്നിട്ടും CBI സീരീസിലെ 5ാം ഭാഗമായ CBI 5 ദ ബ്രെയിൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ വിക്രം എന്ന കഥാപാത്രത്തെ വീണ്ടും ശ്രദ്ധേയമാക്കി. ഹാസ്യത്തിൻ്റെ നടനകലയിൽ അത്ഭുതങ്ങൾ തീർത്ത് മലയാളികളുടെ മനസ്സിൽ ഇന്നും മറക്കാനാവാത്ത ഒരുപാട് സംഭാവനകൾ ചെയ്ത ജഗതി ശ്രീകുമാർ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ തിരിച്ച് മലയാള സിനിമയിലേക്ക് എത്തുവാൻ എല്ലാ മലയാളികളും ഇന്നും ആഗ്രഹിക്കുന്നു. ജഗതി ശ്രീകുമാറിൻ്റെ വീണ്ടും ഒരു തിരിച്ചുവരവിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.